തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെ 2 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. കുറുക്കോളി മൊയ്തീൻ MLA ക്ഷേത്ര കടവിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. വരും വർഷങ്ങളിൽ ബലിതർപ്പണത്തിന് ആവശ്യമായ വികസനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂർ DYSP AM സിദ്ദീഖ് സ്ഥലത്തെത്തി സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പരിശോധിച്ചു. 15 കർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിൽ ബുധനാഴ്ച നടക്കുന്ന കർക്കിടക മാസ വാവുബലി ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 2 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. 15 കർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഭാരതപ്പുഴയിൽ വെള്ളമുണ്ടെങ്കിലും സുരക്ഷയൊരുക്കാൻ അഗ്നിരക്ഷാസേന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുറുക്കോളി മൊയ്തീൻ MLA സ്ഥലത്തെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. വരും വർഷങ്ങളിൽ ബലിതർപ്പണത്തിന് ആവശ്യമായ മുൻഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് അകത്തും പുറത്തുനിന്നും ധാരാളം ആളുകൾ എത്തിച്ചേരുന്ന ഒരിടമാണ് നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ അങ്കണം. നിലയോരത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ബലിതർപ്പണത്തിന് എത്തുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്യാൻ നമ്മുടെ ഭരണകൂടവും അതേപോലെ തന്നെ ക്ഷേത്ര ട്രസ്റ്റും ഇതിൻ്റെ സാരഥികളും നാട്ടുകാരും ഗ്രാമപഞ്ചായത്തും റവന്യൂ വകുപ്പ് അടക്കമുള്ള പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഭരണവിഭാഗങ്ങളും അതീവ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ ക്ഷേത്ര സാരഥികളുമായി ഞങ്ങൾ സംസാരിച്ചു. ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുമായി ഞങ്ങൾ ആശയം പങ്കുവച്ചു. നാട്ടുകാരായ ആളുകളുമായി ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. ഇവിടേക്ക് ആവശ്യമുള്ള അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കും. അതേപോലെ തന്നെ ഭാവിയിലേക്ക് ഇവിടെ വേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങണം എന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെയും ക്ഷേത്ര സമിതിയുടെയും ഒക്കെ സാരഥികൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാനും ഉറപ്പു തരും. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP മുഹമ്മദ് കോയ, അംഗങ്ങളായ റസീന വെള്ളാടത്ത്, റസിയ പറമ്പിൽ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തിരൂർ DYSP AM സിദ്ദീഖ് സ്ഥലത്ത് സന്ദർശനം നടത്തി സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. നവാമുകുന്ദന്റെ പുണ്യമായിട്ടുള്ള ഈ സ്ഥലത്ത് എല്ലാ വർഷത്തെയും പോലെ തന്നെ നമ്മൾ വളരെ വിപുലമായ രീതിയിലുള്ള സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് 30,000-ഓളം ആളുകൾ വിശ്വാസികൾ വരുന്നുള്ളതാണ്. കഴിഞ്ഞ നാളെ നമ്മൾ ഏതാണ്ട് 350-ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ വിന്യസിച്ചത്. അതിൽ 50-ഓളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും. വനിതാ പോലീസിൻ്റെ സാന്നിധ്യം ഇവിടെ വളരെ ആവശ്യമാണ്. ഭക്തർക്ക് ഗാന്ധി സ്മാരകത്തിലും അമ്പലത്തിന്റെ കിഴക്കേ നടയിലും സാധാരണയുള്ള രശീതി കൗണ്ടറുകളിലും രശീതി എടുക്കാം. പുലർച്ചെ 2:30 നട തുറക്കും. ഭക്തജനങ്ങൾക്ക് പുലർച്ചെ 3 മുതൽ നീള ഓഡിറ്റോറിയത്തിൽ അന്നദാനവും നൽകും. ഭക്തർക്ക് നവാമുകുന്ദ സ്കൂൾ ഗ്രൗണ്ടിലും പടിഞ്ഞാറ് നടയിലെ 2ാമത്തെ പെട്രോൾ പമ്പിന് സമീപത്തുള്ള ഗ്രൗണ്ടിലും പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തലേദിവസം ക്ഷേത്രത്തിൽ ബലികർമ്മത്തിന് എത്തുന്നവർക്ക് അന്നദാനവും രാത്രി 9 വരെ ഉണ്ടാകും. സുരക്ഷയുമായി ബന്ധപ്പെട്ട് 300-ഓളം പോലീസുകാർ, ഫയർഫോഴ്സ്, സേവാഭാരതി പ്രവർത്തകർ, വോളണ്ടിയേഴ്സ്, മെഡിക്കൽ സംഘം എന്നിവരെയും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരങ്ങളിൽ CCTV നിരീക്ഷണവും ഉണ്ടാകും. താൽക്കാലിക ടോയ്ലറ്റ് സംവിധാനം പടിഞ്ഞാറ് നടയിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കർമ്മം ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് തടസ്സങ്ങൾ കൂടാതെ കർമ്മം ചെയ്ത് പോകാനുള്ള നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ധർമ്മം. അതേപോലെ തന്നെ ട്രാഫിക്കിൻ്റെ നിയന്ത്രണം, കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന വിശ്വാസികൾക്ക് ഒരു പാർക്കിങ്ങും അതുപോലെ തിരൂർ ഭാഗത്ത് നിന്ന് വരുന്ന വിശ്വാസികൾക്ക് ഒരു പാർക്കിങ്ങും, 2 പാർക്കിങ്ങാണ് മെയിനായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. രാത്രി 12 മണി മുതൽ രാവിലെ 11 മണി വരെ ആയിരിക്കും ഈ കർമ്മങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരുപാട് സമയം മുന്നേ തന്നെ പോലീസ് വന്നിട്ട്, പോലീസും ഫയർഫോഴ്സും അതിന് ബന്ധപ്പെട്ട മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വന്നിട്ട് മുന്നൊരുക്കങ്ങളും നടത്തേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ പോലീസിനെ വിന്യസിക്കും. റോഡിലെ ട്രാഫിക്കും അതുപോലെ തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റും പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയുന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. ഇത്തവണയും വളരെ പൂർവാധികം ഭംഗിയോടുകൂടി നടത്താമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്.